ഈ തമിഴിലേക്കൊക്കെ പോകുമ്പോൾ നമ്മുടെ നടിമാരെല്ലാം മിക്ക ആൾക്കാരും ഒരു ഇവിടെ ഒന്ന് സെറ്റപ്പ് ആയി കഴിഞ്ഞാൽ അപ്പോഴേ തമിഴിലേക്ക് അങ്ങ് പോവാ. നമ്മുടെ മലയാളത്തിൽ അവര് പാവാടയും ബ്ലൗസും അല്ലെങ്കിൽ പട്ട് ചേലയൊക്കെ ചുറ്റി നല്ല സുന്ദരി കുട്ടികളായിട്ട് നിൽക്കും. പക്ഷെ തമിഴിൽ ഒരു ഫിലിം ഇറങ്ങുമ്പോൾ പോസ്റ്റ് വരുമ്പോൾ ഇവര് അയ്യോ ഇത് ഇന്നാളാണോ എന്ന് നമുക്ക് ഒരു സംശയം. എന്താണ് ഉദ്ദേശിക്കുന്നത് അവിടെ ഈ വളരെ ഗ്ലാമറസ് ആയിട്ട് വേഷങ്ങൾ ചെയ്യണം. നമ്മുടെ ഈ മലയാള നായികമാർ അങ്ങനെ പോകുമ്പോൾ നമ്മൾ വിചാരിക്കും ദൈവമേ ഇതായിരുന്നു നമ്മൾ പണ്ട് ആരാധിച്ചിരുന്ന ആ ഒരു നായിക, ഇപ്പൊ ഇങ്ങനെയായോ, ഇത് എന്തൊരു കളി എന്നുള്ളത്. അപ്പൊ ഇതെന്താ ഇപ്പൊ നാളെ സംയുക്തയും അങ്ങനെ ഒരു ഗ്ലാമറസ് വേഷത്തിലൊക്കെ ഞങ്ങൾ കാണേണ്ടി വരും. കവി തല്ലുവാങ്ങിയിട്ടേ പോകുന്നാ തോന്നുന്നത്. അതിൽ ഞാനൊരു തെറ്റായിട്ടൊന്നും കാണുന്നില്ല. കാരണം അത് വലിയൊരു കാര്യമാണ്. എന്താ വെച്ചാൽ ഒരു ആക്ട്രസ് ആ ക്യാരക്ടറിന് വേണ്ടി ഗ്ലാമർ ചെയ്യാന്ന് വെച്ചാൽ ഗ്ലാമർ ഇതാക്കാന്ന് വെച്ചാൽ നിങ്ങൾ വലിയ മനുഷ്യനാണ്. ക്യാരക്ടറിന് വേണ്ടിട്ടല്ലോ ഓരോ ആവശ്യമില്ലാത്ത ഗ്ലാമർ പ്രദർശിപ്പിക്കുകയല്ലേ. അതിനോട് എനിക്ക് യോജിപ്പില്ല. പക്ഷെ വെറുതെ ഒരു ഇതിനു വേണ്ടി മാത്രം ഇനി പ്രദർശനം എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ക്യാരക്ടറിന് വേണ്ടി ഗ്ലാമർ കാണിക്കുന്ന ഒരു ആക്ട്രസ് ഉണ്ടെങ്കിൽ അത് ശരിക്കും ഇതാണ്. എന്താ വെച്ചാ സാക്രിഫൈസ് ആ കുട്ടി ചെയ്യുന്നത്. അത്രയും ഒരു അതും പ്രത്യേകിച്ച് നമ്മുടെ മലയാളം പോലുള്ള ഒരു ഭാഷയിൽ നിന്ന് വേറൊരു ലാംഗ്വേജിൽ പോയി അവിടെ തിളങ്ങാൻ കഴിയാന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. എന്തായാലും പറയാണ്ടിരിക്കാൻ പറ്റില്ല. അത് പിന്നെ എന്തായാലും ഏത് ആക്ട്രസ് എന്ത് ചെയ്താലും അതിനൊരു തെറ്റ് കണ്ടുപിടിക്കുന്ന ഒരു സ്വഭാവം പൊതുവെ നമ്മുടെ മലയാളികൾക്കുണ്ട്. ആ കുട്ടി എത്ര പേരെടുത്തു, തമിഴ്നാട്ടിൽ മുഴുവൻ പേരെടുത്തില്ലേ. അതിപ്പോ മലയാളം മാത്രം ഇപ്പൊ കേരളം മാത്രം അറിഞ്ഞുകൊണ്ടിരുന്ന ഒരു ആർട്ടിസ്റ്റ് ആണെങ്കിൽ തമിഴിൽ പോയി എത്ര പേരെടുത്തു ആ കുട്ടി. അങ്ങനെയല്ലേ വിചാരിക്കേണ്ടത്. പാടുകയും പാടുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും എന്റെ മോടെ നെഞ്ചില് മുഴുവൻ സംയുക്ത നാളെ തമിഴിൽ പോയിട്ട് ഞാൻ ചെയ്യില്ല. പക്ഷെ അടുത്ത വർഷം ചിലപ്പോ ഓണാഘോഷത്തിനൊന്നും സംയുക്ത കാണത്തില്ല. എന്റെ ആഘോഷം ഏറ്റവും വലിയ ആഘോഷം പൊങ്കലാണ്, എനിക്ക് പൊങ്കലാണ് ഇഷ്ടം, ഓണാഘോഷമൊക്കെ കളഞ്ഞിട്ട് നമ്മൾ തമിഴ് കൾച്ചറിലേക്ക് പോകുന്ന ഞാൻ ചോദിക്കുന്നത്. മൊത്തത്തിൽ മലയാളത്തെ അവോയ്ഡ് ചെയ്ത് അതെങ്ങനെയാ ഞാൻ പോവാ? ഞാൻ മലയാളിയല്ലേ, ഞാൻ എങ്ങനെ പോകും? എല്ലാരും മലയാളികളായിരുന്നു. ആയുസ് തീർന്നിട്ട് ആർത്തി തീർന്നില്ലേ? എന്തൊരു ഒലിപ്പ്. പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലേ? ബോറൻ.